കേന്ദ്ര സർക്കാരിനെതിരായ രാജ്യത്ത് തൊഴിലാളി സംഘടനകളുടെ പണിമുടക്ക് ആരംഭിച്ചിരിക്കുന്നു. BMS ഒഴികെ 10 സംഘടനകളാണ് പണിമുടക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുകയാണ്. തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നും സജോ ദേവസ്യ, കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം കൊച്ചിയിലേക്ക് സജോ ദേവസ്യയിലേക്കാണ്. സജോ, എന്തായാലും പണിമുടക്ക് തുടങ്ങിക്കഴിഞ്ഞു. അവശ്യ വസ്തുക്കൾക്ക് മാത്രമാണ് മാറ്റി നിർത്തിയിട്ടുള്ളത്, ഇളവ് നൽകിയിട്ടുള്ളത്. എന്തായാലും പൂർണ്ണാർത്ഥത്തിൽ ഒരു പണിമുടക്കിലേക്ക് പോകുമെന്നതിൽ സംശയമൊന്നുമില്ല. എന്താണ് കൊച്ചിയിലെ സാഹചര്യം? കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമാകാൻ തന്നെയാണ് സാധ്യത എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. രാജ്യത്തെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചുള്ള സമരമാണ്. അതിൽ എല്ലാ മേഖലകളിലും സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എറണാകുളം KSRTC സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇതുവരെ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ നാളെ മുതലുള്ള സാഹചര്യം അങ്ങനെ ആയിരിക്കും എന്ന് പറയുക വയ്യ. കാരണം നേരത്തെ നിശ്ചയിച്ചിരുന്ന ട്രിപ്പുകളാണ്, അത് ഇതുവരെ നടന്നിട്ടുണ്ട്. ഇതുവരെ KSRTC സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബസ്സുകളൊക്കെ ഇതുവരെ ഇവിടെ നിന്ന് സർവീസ് നടത്തിയിട്ടുണ്ട്. അതേസമയം അടുത്ത ദിവസത്തെ സ്ഥിതിയും അതാവണമെന്നില്ല. ഒരു ഹർത്താലിന്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ KSRTC സർവീസ് നടത്തും എന്നൊരു നിലപാട് ഗതാഗത മന്ത്രി എടുത്തു. സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചു, KSRTCയും ഡയസ്നോൺ പ്രഖ്യാപിച്ചു. ഒപ്പം പക്ഷേ സമരത്തിന്റെ കാര്യത്തിൽ LDF കൺവീനർ അടക്കം മറ്റൊരു നിലപാട് ആ വിഷയത്തിൽ മന്ത്രിയടക്കം തിരുത്തുന്ന സമീപനം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. പൊതുവിൽ ട്രേഡ് യൂണിയനുകൾക്ക് വലിയ ശക്തിയുള്ള സംസ്ഥാനമാണ്. പൊതുവിൽ പലപ്പോഴും പണിമുടക്കുകൾ ഹർത്താലിന്റെ സ്വഭാവത്തിലേക്ക് മാറാറുണ്ട് എന്നതാണ്. അവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ മേഖലയിലും പണിമുടക്കിയുള്ള സമരം എന്നതാണ് ഇതിനകം ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ അവിടെയുള്ള ഓട്ടോ സ്റ്റാൻഡിലുള്ള ആളുകൾ കൂടിയുണ്ട്. നിങ്ങൾ പണിമുടക്കുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ടതാണോ? അതെ, പണിമുടക്കാണ്. 12 മണിയൊക്കെ ഞങ്ങളെല്ലാവരും പണിമുടക്കാം. അർദ്ധരാത്രിയോടുകൂടി തന്നെ മടങ്ങും. നാളെ സർവീസ് ഇല്ല. നാളെ ഓട്ടോ കിട്ടുമെന്ന് വിചാരിക്കണ്ട. അത് എന്തായാലും ഇതായി, ഇനി ഒന്നും നോക്കണ്ട അതിനെ കുറിച്ച്. അപ്പോൾ പണിമുടക്ക് നമ്മൾ പണിമുടക്കായിട്ട് തന്നെ നമ്മൾ തീരുമാനം. നിരത്ത് വിജനമാകും വിധമുള്ള പണിമുടക്ക് തന്നെ ആയിരിക്കും. അത് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്? അതെ, ശക്തമായിട്ടും. അതാണ് ഇവിടെയുള്ള ഓട്ടോ തൊഴിലാളികളാണ്. അവർ പറയുന്നത് ശക്തമായ, അതായത് നമുക്കറിയാവുന്നതുപോലെ BMS ഇല്ല, മറ്റ് പ്രതിപക്ഷ ഊബർ ടാക്സി ഉൾപ്പെടെ പണിമുടക്കിലേക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പണിമുടക്കിലേക്ക് പോവുകയാണല്ലേ? ഊബർ ഉൾപ്പെടെ പണിമുടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രംഗത്തും, അതായത് തൊഴിലാളി സംഘടനകളുള്ള പ്രധാന ട്രേഡ് യൂണിയനുകൾക്കൊക്കെ ഈ ഓൺലൈൻ ടാക്സി രംഗത്തും ട്രേഡ് യൂണിയൻ ഉണ്ട് എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത്ര ശക്തമല്ലെങ്കിലും പ്രധാനപ്പെട്ട, അതായത് ഇപ്പോൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള വിവിധ ട്രേഡ് യൂണിയനുകൾക്ക് ഓൺലൈൻ ടാക്സി രംഗത്തും യൂണിയനുകളുണ്ട് എന്നാണ് എടുത്തു പറയേണ്ടത്. കൂടാതെ സ്വതന്ത്ര കൂട്ടായ്മയുമുണ്ട്. അവരെല്ലാവരും പൊതുവെ ഈ സമരത്തെ പിന്തുണയ്ക്കുകയാണ് എന്നതാണ് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ സ്വാഭാവികമായും സർക്കാരിന്റെ നടപടി എന്ന നിലയ്ക്ക് സംസ്ഥാനത്ത്, അതായത് രാജ്യത്ത് പൊതുവെ ഈ പണിമുടക്ക് നടക്കുന്ന വേളയിൽ ഏറ്റവും കൂടുതൽ അത് പ്രതിഫലിക്കുക, അല്ലെങ്കിൽ ഒരു ഹർത്താലിന്റെ സ്വഭാവത്തിലേക്ക് മാറുക ഒക്കെ പലപ്പോഴും കേരളത്തിലാണ് എന്ന കാര്യം നമുക്കറിയാം. സ്വാഭാവികമായി അതിന്റെ ഒരു പ്രതിഫലനം നമ്മൾ അനുമാനിക്കണം. KSRTC പരമാവധി സർവീസ് നടത്തും, ഒപ്പം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി സർവീസ് നടത്തുന്നത് ഉറപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പൊതുവെ, അതായത് കേരളത്തിൽ പൊതുവെ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് വ്യാവസായിക കൊച്ചിയിൽ നിന്നും സജോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് കൂടി പോകാം. തിരുവനന്തപുരത്ത് സുനിഷയാണുള്ളത്. സുനിഷ, ഈ 17 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ദേശീയ പണിമുടക്കാണ്. സർക്കാർ ജീവനക്കാരടക്കം പണിമുടക്കുന്നുണ്ട്. എന്താണ് തിരുവനന്തപുരത്തെ കാഴ്ചകൾ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഏതായാലും പ്രതിഷേധം, ഈ കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത്. അതായത് 12 മണി, ഇന്ന് അർദ്ധരാത്രി മുതലാണ് ഈ പണിമുടക്കിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ 12 മണിക്ക് കൃത്യം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടക്കുകയാണ്. അത്തരത്തിലുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലായി ഇപ്പോൾ പ്രതിഷേധിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഈ പറഞ്ഞതുപോലെ നാളെ, ഇപ്പോൾ ഈ സമയം മുതൽ ഇനി അങ്ങോട്ട് ഒരു പൂർണ്ണ സ്തംഭനാവസ്ഥയിലേക്ക് തന്നെ പോവുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അത് ശരിയല്ല, തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പിൻവലിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. പ്രധാനമായും കേരളത്തിൽ CITU, AITUC, INTUC എന്നീ സംഘടനകളാണ്. ഈ 3 സംഘടനകളും ഏതായാലും ഒരുമിച്ച് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു എന്നതാണ്. BMS മാറി നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ KSRTC സർവീസുകളടക്കം നേരത്തെ ഈ ട്രെയിൻ സർവീസുകളെയോ വിമാന സർവീസുകളെയോ ബാധിക്കില്ല എന്ന് പറയുമ്പോഴും മറ്റ് വാഹനങ്ങൾ, പൊതുഗതാഗതം എങ്ങനെയെന്നുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ KSRTC യൂണിയൻ അടക്കം അറിയിച്ചിരിക്കുന്നത്
പറഞ്ഞിരിക്കുന്നത് KSRTC സർവീസുകൾ ഉണ്ടാകില്ല എന്നത് തന്നെയാണ്. പക്ഷേ നിലവിൽ മറ്റു മാർഗ്ഗങ്ങൾ എന്തെങ്കിലും ആർക്കും തടസ്സമില്ലാത്ത രീതിയിൽ ക്രമീകരണം ഒരുക്കുമെന്നൊക്കെ സർക്കാർ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ തന്നെ ഡയസ്ട്രോൺ പ്രഖ്യാപിക്കുന്ന സാഹചര്യം, അത്തരത്തിലൊരു ഉത്തരവിറക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ഇതാ ഇപ്പോൾ മുതൽ സംയുക്ത പണിമുടക്കിലേക്ക് കടന്നിരിക്കുന്നു. പ്രതിഷേധത്തിലേക്ക് ഇതാ സംയുക്ത പ്രതിഷേധ രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരവും നിശ്ചലമാകുമെന്നതിൽ തർക്കമില്ല. അവശ്യ വസ്തുക്കൾ മാത്രമാണ് ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. അങ്ങനെ പറയുമ്പോൾ അത് പൂർണ്ണാർത്ഥത്തിൽ നിശ്ചലമാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഈ വരും മണിക്കൂറുകളിൽ ഇനി കാണാൻ പോകുന്നത്, അല്ലേ? ഉറപ്പായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇതാ കറക്റ്റ് കൃത്യം 12 മണിയോടുകൂടി തന്നെ അവർ അവരുടെ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നതാണ്. പണിമുടക്കിലേക്ക് കടക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓരോരുത്തരും അവരുടെ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു. ഇന്നു മുതൽ പണിമുടക്കിലേക്ക് കടക്കുന്നു എന്നതാണ്. പൂർണ്ണമായും നിശ്ചലമായൊരു സ്ഥിതിയിലേക്ക് തന്നെ തലസ്ഥാന നഗരം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പൊതുഗതാഗതമൊക്കെ തന്നെയും KSRTC സർവീസുകളൊക്കെ തന്നെയും നിർത്തിയിട്ടുണ്ട്. മറ്റ് ക്രമീകരണങ്ങളായിരിക്കും ഒരുപക്ഷെ നാളെ ഉണ്ടാവുക. ഇവർ പറഞ്ഞതുപോലെ പാല്, മെഡിക്കൽ, ഒപ്പം തന്നെ പത്രം, ഈ അവശ്യ സർവീസുകൾ ഏതായാലും ബാധിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചതാണ്. രാജ്യം മുഴുവൻ നോക്കുകയാണെങ്കിൽ 26 കോടിയിലധികം തൊഴിലാളികൾ ഈ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നതാണ്. സംസ്ഥാനത്തോട്ട് കേരളത്തിലേക്ക് വന്നാലും അത്രയധികം നിരവധി ആളുകൾ, തൊഴിലാളികൾ ഈ പണിമുടക്കിന്റെ ഭാഗമാകുമെന്നത് തന്നെയാണ്. ഏതായാലും പൂർണ്ണമായും ഒരു സ്തംഭനത്തിലേക്ക് കടക്കുമോ എന്നത് തന്നെയാണ് ഇനി അറിയേണ്ടത്. ഏതായാലും സംയുക്ത ട്രേഡ് യൂണിയന്റെ ഒരു പ്രതിഷേധമാണ് നിലവിൽ